ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയിലും ടീമിൽ സ്ഥാനമുറപ്പിച്ചതോടെ വലിയ പ്രതീക്ഷയിലാണ് സഞ്ജു സാംസൺ. ലോകകപ്പിൽ സഞ്ജു ആദ്യമായി കളത്തിലിറങ്ങുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ടി20 ലോകകപ്പിന് മുന്നോടിയായുള്ള ടെസ്റ്റ് ഡോസാണ് ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയോടുള്ള പോരാട്ടം. ലോക ചാമ്പ്യന്മാരായ ഇന്ത്യക്കൊപ്പം കിരീട നേട്ടം ആഘോഷിക്കാനായെങ്കിലും കഴിഞ്ഞ ലോകകപ്പിൽ ഒരൊറ്റ മത്സരത്തിൽ പോലും കളത്തിലിറങ്ങാനായിരുന്നില്ല സഞ്ജു സാംസണിന്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല. മിന്നും ഫോം പുറത്തെടുത്ത സഞ്ജു അവഗണിക്കാനാകാത്ത സാന്നിധ്യമായി മാറി. ഏഷ്യാകപ്പിൽ ഉടനീളം ടീമിനൊപ്പം കളിച്ചു, കിരീടം നേടി. ഏകദിനത്തിൽ അവസാന മത്സരത്തിൽ സെഞ്ചുറി നേടിയിട്ടും പുറത്തു നിർത്തുന്ന സെലക്ടർമാർക്ക് മറുപടി നൽകാൻ കൂടിയാണ് ഇത്തവണ സഞ്ജു എത്തുന്നത്. എന്നാൽ 2020 ലോകകപ്പിൽ ശുഭ്മാൻ ഗിൽ തന്നെയാകും ഓപ്പണറെന്ന് വ്യക്തമാക്കിയാണ് ഇന്ത്യയുടെ ടീം പ്രഖ്യാപനം. ടെസ്റ്റിനിടെ പരിക്കേറ്റ ഗിൽ കായികക്ഷമത തെളിയിച്ചാൽ അഭിഷേകിനൊപ്പം ഇന്നിംഗ്സ് തുറക്കും. ഗിൽ കളിച്ചില്ലെങ്കിൽ ഓപ്പണറായി സഞ്ജുവിന് അവസരം കിട്ടും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മികച്ച ഫോം തുടർന്നാൽ സഞ്ജുവിനെ അവഗണിക്കാനാകില്ല സെലക്ടർമാർക്ക്. ജിതേഷ് ശർമ്മയാണ് ടീമിലെ മറ്റൊരു വിക്കറ്റ് കീപ്പർ. സൂര്യകുമാർ യാദവ് നായകനായ ടീമിൽ ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ എന്നീ പ്രധാന താരങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിങ്കു സിംഗ് പുറത്തായപ്പോൾ തിലക് വർമ്മ ടീമിലെ സ്ഥാനം കൈവിട്ടില്ല. അക്ഷർ പട്ടേൽ, ശിവൻ ദുബെ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് ടീമിലെ മറ്റ് ഓൾറൗണ്ടർമാർ. പേസർമാരായി ബുംറയ്ക്കൊപ്പം ഹർഷദീപ് സിംഗും ഹർഷിത് റാണയും. ഇന്ത്യയുടെ സ്പിന്നറിയെ നയിക്കാൻ കുൽദീപും വരുൺ ചക്രവർത്തിയും. 5 മത്സരങ്ങളിലെ പ്രകടനം ലോകകപ്പ് ടീം പ്രഖ്യാപനത്തിലും നിർണായകമാണ്. ലോകകപ്പിന് മുൻപ് ന്യൂസിലൻഡുമായി 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ കൂടി ഇന്ത്യ കളിക്കും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.